നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിഷു ഫലത്തിന് ശേഷം ദേവതാഫലവും മറ്റും ചില ഫലങ്ങൾ അനുകൂലമാണെങ്കിൽ പോലും സൂക്ഷിക്കേണ്ടതായിട്ടുള്ള അല്പം മോശം സമയമുള്ള ഏതാനും നക്ഷത്രക്കാരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം. വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തു വെക്കുക. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. മകയിരം, തിരുവാതിര എന്നീ നക്ഷത്രക്കാർക്ക് ദേവതാഫലം അനുകൂലമാണെങ്കിൽ പോലും സൂക്ഷിക്കേണ്ട കാലമാണ്. രോഹിണി, മകയിരം, തിരുവാതിര എന്നീ നക്ഷത്രക്കാരാണ് ദേവതാഫലം അനുകൂലമാണെങ്കിൽ പോലും അവർക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുമുണ്ട്. ആ കാര്യങ്ങളെ നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. ഇവർക്ക് ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള ക്ലേശാനുഭവങ്ങൾ ഉണ്ടാകാൻ ഈ വർഷം സാധ്യതയുണ്ട്. രോഗപീഠ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യപരമായിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ട വർഷമാണ്. കൂടാതെ ചില ശാരീരിക അവശതകളും ദ്രവ്യനാശവും നഷ്ടവും ഒക്കെ ഉണ്ടായേക്കാം. ചെലവുകളൊക്കെ വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട്. ധനനഷ്ടത്തിനും സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയേറെ കരുതലെടുക്കേണ്ട വർഷമാണ്. ദേവതാഫലം അനുകൂലവും സമ്മിശ്രവും ഒക്കെയാണ് ഈ മൂന്ന് നക്ഷത്രക്കാർക്ക്. എന്നിരുന്നാലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഓരോ നക്ഷത്രക്കാരുടെയും പ്രത്യേകം വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കാണുക. പൂർണ്ണ വിവരം അതിലുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. കൂടാതെ അത്തം, ചിത്തിര, ചോതി എന്നീ മൂന്ന് നക്ഷത്രക്കാരും വിഷുഫലപ്രകാരം ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. നമുക്കിനി അവരുടെ ഫലത്തെ കൂടി ഒന്ന് പറയാം. ഈ നക്ഷത്രക്കാർക്കൊക്കെ ഗുണാനുഭവങ്ങളും ഉണ്ടാകും. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അത്തം, ചിത്തിര, ചോതി എന്നീ നക്ഷത്രക്കാർക്ക് ദാമ്പത്യത്തിൽ ചില അരിഷ്ടതകളും ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കുടുംബകലഹങ്ങളൊക്കെ ഒഴിവാക്കാൻ പരസ്പരം വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്വജന വിരോധത്തിനും ഒക്കെ അവസരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ബന്ധുക്കളുമായിട്ടൊക്കെ ഇടപെടുമ്പോൾ വാക്കും പ്രവൃത്തിയും ഒക്കെ ഒന്ന് നിയന്ത്രിക്കേണ്ടതാണ്. ബന്ധുജനങ്ങളുമായിട്ട് ഇടപെടുന്ന ചില കാര്യങ്ങളിലൊക്കെ വിഷമകരമായിട്ടുള്ള ചില അവസ്ഥകൾ ഉണ്ടായേക്കാം. മനക്ലേശം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അപവാദ ശ്രവണത്തിനുള്ള സാഹചര്യമുണ്ട്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഈ നക്ഷത്രക്കാരൊക്കെ ഇടപെടുന്നത് ഒന്ന് ഒഴിവാക്കേണ്ടതാണ്. യാത്രാവേളയിലും വാഹനം കൈകാര്യം ചെയ്യുന്ന അവസരങ്ങളിലുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ധനനഷ്ടത്തിനും സാധ്യതയുണ്ട്. എല്ലാ വിധത്തിലുമുള്ള അശ്രദ്ധ ഈ നക്ഷത്രക്കാർ ഒഴിവാക്കേണ്ടതാണ്. രോഗപീഠയൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ചിത്ര നക്ഷത്രക്കാർക്ക് ബ്രഹ്മാവാണ് ദേവത. അതുകൊണ്ട് തന്നെ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ഉണ്ടാകുന്നത്. ചോതി നക്ഷത്രക്കാർക്ക് വിഷ്ണു ആണ് ദേവത. അതുകൊണ്ട് തന്നെ ഗുണാനുഭവങ്ങളും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴത്തിന്റെ രാശിമാറ്റത്തിന് ശേഷം ഗുണാനുഭവങ്ങളും ഉണ്ടാകാം. ഈ മൂന്ന് നക്ഷത്രക്കാർക്കും നിരവധിയായിട്ടുള്ള ഗുണാനുഭവങ്ങളും ഉണ്ടാകാം. എന്നാൽ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രസക്തമാണ്. അതൊക്കെ ഒന്ന് കരുതലെടുത്ത് മുന്നോട്ട് പോകണം എന്ന് മാത്രം. അതോടൊപ്പം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട മൂന്ന് നക്ഷത്രക്കാരെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. തിരുവോണം, ഔട്ടം, ചതയം എന്നീ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. അഗ്നി, മൂർച്ചയേറിയ വസ്തുക്കൾ, ഉപകരണങ്ങൾ എന്നിവ മൂലം പരിക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പശു, പക്ഷി, മൃഗങ്ങൾ എന്നിവയിൽ നിന്ന് ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലൊക്കെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളെ കരുതലെടുക്കേണ്ടതാണ്. കൂടാതെ രോഗപീഠകൾക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യത്തിൽ തിരുവോണ, ഔട്ടം, ചതയ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. യാതൊരു വിധത്തിലുള്ള അശ്രദ്ധയും പാടില്ലാത്ത വർഷമാണ്. ശത്രുപീഡയുണ്ടാകാം. മനോവേദയ്ക്ക് കാരണങ്ങൾ ഉണ്ടാകാം. കൂടാതെ വിഷഭയം ഉണ്ടാകാനുള്ള സാഹചര്യവുമുണ്ട്. അതോടൊപ്പം തന്നെ അലസത വർദ്ധിച്ചേക്കാം. ഉൾഭയം വർദ്ധിച്ചേക്കാം. പൊതുവെ ഉന്മേഷക്കുറവും ഫലമായി പറയണം. ദ്രവ്യ നഷ്ടത്തിനും സാഹചര്യമുണ്ട്. കൂടാതെ കർമ്മരംഗത്ത് ചില അസ്വസ്ഥതകളൊക്കെ ഉടലെടുത്തേക്കാം. വാഹനം കൈകാര്യം ചെയ്യുന്ന തിരുവോണ, ഔട്ടം, ചതയം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവിധത്തിലുമുള്ള അശ്രദ്ധയൊക്കെ ഒഴിവാക്കേണ്ടതാണ്. തിരുവോണ നക്ഷത്രക്കാർക്ക് ദേവതാഫലം വിപരീതവും ഔട്ടം നക്ഷത്രക്കാർക്ക് സമ്മിശ്രവും ചതയ നക്ഷത്രക്കാർക്ക് ഗുണപ്രദവുമാണ്. തിരുവോണ നക്ഷത്രക്കാർക്ക് വ്യാഴപ്പകർച്ചയ്ക്ക് ശേഷം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. ഈ നക്ഷത്രക്കാർക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളുമുണ്ട്. ദോഷഫലങ്ങളെ മാത്രമാണ് പ്രത്യേകം എടുത്തു പറഞ്ഞത്. ദോഷഫലങ്ങളുള്ളവർ ശ്രദ്ധിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. വിഷുഫലത്തിൽ ദേവതാഫലം പറയുമ്പോൾ ദേവതയായിട്ട് വരുന്നത് നക്ഷത്ര ദേവതയല്ല. ഓരോ വിഷു സംക്രമത്തിനും അനുസരിച്ച് ആ ദിവസത്തിന്റെ പ്രത്യേകതകൾ അനുസരിച്ച് പ്രത്യേകം ദേവതകളുണ്ട്. പലരുടെയും കമന്റ് വായിക്കുമ്പോൾ അറിവില്ലായ്മ മൂലമാണ് അത്തരം കമന്റുകളൊക്കെ എഴുതുന്നത്. നക്ഷത്ര ദേവതയും വിഷുഫലത്തിലെ ദേവതയും രണ്ടും രണ്ടാണ്. അത് വിഷു സംക്രമ പ്രകാരം ഉദിക്കുന്ന ദേവതയാണ്. അറിവില്ലായ്മയെ അലങ്കാരമാക്കി
തർക്കിക്കുന്ന രീതിയിൽ ചിലരുടെയൊക്കെ കമന്റ് വായിക്കുമ്പോൾ അവരോട് പുച്ഛമാണ് തോന്നാറുള്ളത്. അറിയാൻ ആഗ്രഹിക്കുകയല്ല, അതേസമയം വിമർശിക്കാനുള്ള ശ്രമത്തിലൂടെയാണ് കമന്റുകൾ എഴുതുന്നത്. ഈ കാര്യം നിങ്ങളുടെ അറിവിലേക്കാണ് പറഞ്ഞത്. ഈ പറഞ്ഞ നക്ഷത്രക്കാർക്കൊക്കെ കരുതലെടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ദോഷപരിഹാരത്തെയും പറഞ്ഞത്. ദോഷപരിഹാരമായി ഇത്രയും നക്ഷത്രക്കാർ ജന്മനക്ഷത്ര ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം പതിവാക്കുക, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, ജലധാര, കൂവളമാല സമർപ്പണം എന്നിവയൊക്കെ ചെയ്യുക. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന മന്ത്ര പുഷ്പാഞ്ജലി ചെയ്യുന്നതും ദോഷത്തിന് കാഠിന്യം കുറയ്ക്കും, ഗുണഫലത്തെ വർദ്ധിപ്പിക്കും. കൂടാതെ ദേവീ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കൊളുത്തുക, ഇവയും ഗുണപ്രദമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.